ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതുമായ ഒരു മോര് കൂട്ടാൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടാണ് ഞാനിന്ന് മോര് കൂട്ടാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യമുള്ളത് പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ്. അരച്ചെടുക്കാനുള്ളത് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി ഇവയാണ്. പിന്നെ മീഡിയം പുളിപ്പുള്ള മോരും ആവശ്യമുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെണ്ടയ്ക്ക ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉപ്പിട്ടിട്ട് മൂപ്പിച്ചെടുക്കായിരിക്കും കേട്ടോ നല്ലത്. കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. മാറാൻ തുടങ്ങുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേനും ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെയും മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വെണ്ടയ്ക്ക വെന്ത് കിട്ടാൻ ഈ ഒരു സമയം തന്നെ ധാരാളമാണ്. ഇതിലേക്ക് ഇനി ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തിളവരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. വെട്ടി തിളച്ച് ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ചെറിയ കുമിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മോര് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മോര് ചേർത്തതിന് ശേഷം തിളവരാൻ പാടില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി. പ്രത്യേകിച്ച് മൺചട്ടിയിലൊക്കെയാണ് വെക്കണതെങ്കിൽ മോര് ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഉടനെ തന്നെ ചട്ടി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഇതിന് അവസാനമായിട്ടൊരു താളിപ്പ് മാത്രം കൊടുത്താൽ മതി. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇവയൊക്കെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഈ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഉടനെ തന്നെ ഇളക്കി യോജിപ്പിക്കരുത്. കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക, 1-2 മിനിറ്റ്. അതിനുശേഷം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു നാടൻ വിഭവം റെഡിയാക്കി കിട്ടും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.